ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീഡിയോ ഗെയിംസ് ഇന്ന് ഏറെ പ്രചാരം നേടുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് വീഡിയോ ഗെയിംസ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ വീഡിയോ ഗെയിംസിന് അഡിക്റ്റഡ് ആകുന്ന ഒരു പശ്ചാത്തലവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എന്നാൽ കുട്ടികളും യുവജനങ്ങളും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഗെയിംസ് ഉപയോഗിച്ച് സുവിശേഷവൽക്കരണം സാധ്യമാക്കുകയാണ് ക്ലരേഷ്യൻ സഭയിലെ വൈദികർ. ഇവർ രൂപപ്പെടുത്തിയെടുത്ത ഒരു വീഡിയോ ഗെയിമിനെ കുറിച്ചാണ് ഇന്ന് ഷെക്കിന ന്യൂസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഫാദർ സാബു കൂറ്റാരപ്പള്ളിയിൽ, അതുപോലെ ഫാദർ ബിബിൻ കൊച്ചിക്കരോട്ട്. രണ്ടുപേർക്കും ഷെക്കിന ന്യൂസിലേക്ക് സ്വാഗതം. ഫാദർ സാബു ബാംഗ്ലൂർ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ആണ്. അതുപോലെ ഫാദർ ബിബിൻ ഈ ഒരു വീഡിയോ ഗെയിം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ഗെയിമിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ ഈ വീഡിയോ ഗെയിമിൻ്റെ പേര് റേസ് ടു ഗ്രേസ് എന്നാണ്. കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അതുപോലെ തന്നെ കാറ്റക്കിസം കുട്ടികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ, അതുപോലെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എപ്രകാരം നമുക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം എപ്രകാരം നമുക്ക് ബൈബിളിനെ കുറിച്ച് അതുപോലെ തന്നെ കാറ്റക്കിസം ഒക്കെ എങ്ങനെ നമുക്ക് യുവജനങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണിത്. നമുക്ക് ഒരു വീഡിയോ ഗെയിം എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നല്ല ഇത് ആരംഭിച്ചത്. പിന്നെയോ നമ്മൾ ആരംഭിച്ചത് എപ്രകാരം നമുക്ക് ഈശോയെ അതുപോലെ തന്നെ ബൈബിളിനെ നൽകാമെന്നുള്ളതിനാണ് ചിന്തിച്ചതാണ്. പക്ഷേ അവർ ഒരു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തുകയും റിസർച്ച് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കുട്ടികളെയും യുവജനങ്ങളെയും കൂടുതലായിട്ട് സ്വാധീനിക്കണമെങ്കിൽ ഇന്ന് കൂടുതലായിട്ടൊരു വീഡിയോ ഗെയിം എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകും, അത് അവർ കുറച്ചുകൂടി താല്പര്യം കാണിക്കുമെന്നുള്ള ഒരു ചിന്ത അവരുടെ ഇടയിൽ വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഗെയിം, ഈ റേസ് ടു ഗ്രേസ് എന്നുള്ള ഈ വീഡിയോ ഗെയിം പുറത്ത് ഇറക്കാനായിട്ട് നമ്മൾ തയ്യാറായത്, അതിന് മുൻകൈ എടുത്തതും. ഓക്കെ അച്ഛാ, ഈ ഒരു വീഡിയോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് എന്നുള്ളത് സാബോച്ചൻ പറഞ്ഞു. അപ്പം ഏത് രീതിയിലാണ് ഈ ഒരു റിസർച്ച് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? എങ്ങനെയാണ് ഇതൊരു വീഡിയോ ഗെയിമിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങൾ വീഡിയോ ഗെയിമിലേക്ക് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവസാനം എത്തിച്ചേരുകയായിരുന്നു. കാരണം ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളൊരു റിസർച്ച് നടത്തി എന്ന് പറയുന്നത് കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖല കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പള്ളികളിലാണെങ്കിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രീച്ചിങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്കത ഇന്നത്തെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഇന്ന് കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ ആ ഇൻട്രസ്റ്റിൽ കൂടി നമുക്കെങ്ങനെ ഒരു സുവിശേഷവൽക്കരണം നടത്താം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റഡി. അതിനായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, ഞങ്ങൾക്ക് തന്നെ ധാരാളം സ്കൂളുകളുണ്ട്. അപ്പോൾ ആ സ്കൂളുകളിൽ പോവുകയും കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുകയും പിന്നീട് ആ സ്കൂളുകളിൽ തന്നെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരോട്, പ്രിൻസിപ്പൽമാരായും മറ്റ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുന്ന അച്ഛന്മാരോട് സംസാരിക്കുകയും അവരും കൂടി ഒത്തിരി മുൻകൈ എടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ആശയത്തിലേക്ക് കടന്നു വന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വീടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർ ചെലവഴിക്കുന്നത് ഇന്ന് വീഡിയോ ഗെയിംസിലാണ്. ഒന്നെങ്കിൽ വീഡിയോസ് കാണാൻ, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാൻ. അതിനകത്തും കൂടുതൽ പേരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വീഡിയോ ഗെയിംസിലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, ഏകദേശം എത്ര നാളെടുത്തു ഈ ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട്? ഈ ഐഡിയ ഇവർ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളമായി. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു അച്ഛൻ വന്ന ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം, ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ 5 പ്രോവിൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ വേറൊരു പ്രോവിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്ന അച്ഛന്മാർക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ അച്ഛന്മാരിരുന്ന് ചിന്തിച്ച്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പ്രൊവിൻസിലെ അച്ഛന്മാർ, ഫാദർ ബിബിൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അന്നേരപ്പോഴാണ് ബാക്കി അച്ഛന്മാരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ ഈ റിസർച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഓക്കെ, ഏത് ഏജ് കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ഗെയിംസിന്? അതോ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു രീതി?
ഈ വീഡിയോ ഗെയിം ഇപ്പോൾ പുറത്തിറങ്ങുന്നത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ബേസിക്കായിട്ടത് ബൈബിൾ സ്റ്റോറിയാണ്, ബൈബിളോട് ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ള വീഡിയോ ഗെയിംസ് ഇറക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പ്രാരംഭമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. ഇത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഓരോ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുവാനായിട്ട്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഗെയിം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? എന്താണ് അതിൻ്റെ ഒരു രൂപഘടനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് തീമിൽ തന്നെയാണ് നമ്മളിപ്പോൾ ആദ്യത്തെ വീഡിയോ ഗെയിം പുറത്തിറക്കുന്നത്. അതിൻ്റെ അവസാനം, അതായത് കുറേ മണിക്കൂറുകൾ കളിച്ച് കഴിഞ്ഞ് അവസാനം അവർ പുൽക്കൂട്ടിൽ ചെന്നായിരിക്കും ഈ വീഡിയോ ഗെയിം അവസാനിക്കുക. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ വീഡിയോ ഗെയിമിൽ അവർ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ അത് കഴിഞ്ഞ് നടത്തും. അതായത് ഈ ബൈബിൾ ഗെയിമിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഗെയിമിൽ വിജയികളാകുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാവരെയും നമ്മൾ ക്വിസിലേക്ക് വിളിക്കും. ആ ക്വിസിൽ പങ്കെടുത്ത് ആ ക്വിസിൽ ജയിക്കുന്നവർക്ക് നമ്മൾ സമ്മാനം നൽകി അവരെ വീണ്ടും ബൈബിൾ വായിക്കാനും അതുപോലെ ദൈവവചനങ്ങളെ അറിയുവാനും കാറ്റക്കിസം പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സമ്മാനം കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും എങ്ങനെ നമുക്ക് ദൈവവചനത്തിലേക്ക് അടുപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാറ്റക്കിസത്തിലേക്ക് കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റ് വഴി എങ്ങനെ അടുപ്പിക്കാമെന്നാണ് നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്റ്റോറി എന്ന രീതിയിലാണല്ലോ ഇപ്പം ഈ വീഡിയോ ഗെയിം ലോഞ്ച് ആവാൻ പോകുന്നത്. അപ്പം ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കുമോ ഇത്? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ അല്ല, നമ്മൾ ഏകദേശം 1 വർഷത്തോളം കളിക്കാനായിട്ടുള്ള ഒരു സമയം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഈ വീഡിയോ ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കും ക്വിസിലേക്ക് പ്രൊമോട്ടഡ് ആയിരിക്കുന്നത്. ഓക്കെ. അച്ഛാ, ക്വിസ് എന്നൊക്കെ പറയുമ്പം സമ്മാനങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് ഒരു 1 ലക്ഷം രൂപയും, സെക്കൻഡ് പ്രൈസ് 50,000 രൂപയും, തേർഡ് പ്രൈസ് 3 പേർക്ക് 25,000 രൂപയും വെച്ചാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തേർഡ് പ്രൈസ് വരുമ്പോൾ ആ ഏജ് കാറ്റഗറി വെച്ചാണ് നമ്മൾ തേർഡ് പ്രൈസ് കൊടുക്കുന്നത്. അത് ഈ കാറ്റഗറി എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത് അവരാണ് അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ കാണും. കുട്ടികൾ, പിന്നെ യങ്സ്റ്റേഴ്സ്, പിന്നെ കുറച്ചുകൂടെ മുതിർന്നവർ, അങ്ങനെയുള്ളൊരു കാറ്റഗറി ആയിരിക്കും. ഏതായിരിക്കും കറക്റ്റ് ഏജ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് അവർ തീരുമാനിക്കണം. അച്ഛാ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം, അതായത് വീഡിയോ ഗെയിമാണ്. വീഡിയോ ഗെയിംസിനെ കുറിച്ച് ഒരുപാട് ഡിമെറിറ്റ്സ് ആണ് കൂടുതലും വരുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. അപ്പം ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ ഒരു വീഡിയോ ഗെയിമിൽ ഉണ്ടാവുമോ? ഈ വീഡിയോ ഗെയിമിൽ അഡിക്ഷൻ എന്നുള്ളൊരു ഫാക്ടർ വരാതിരിക്കത്തക്ക രീതിയിലാണ് ഇത് എൻവിസേജ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ആ ഗെയിമിൽ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് സമയം കളിച്ച് കഴിയുമ്പോൾ ആ ഗെയിമിൻ്റെ ഒരു എനർജി ലെവൽ എന്നുള്ള ഒരെണ്ണമുണ്ട്. ആ എനർജി ലെവൽ കുറഞ്ഞു വരും. ആ എനർജി ലെവൽ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് സമയം അവർ ഗെയിമിൽ നിന്ന് പുറത്ത് പോകണം. പുറത്ത് പോയി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോഴേ ഉള്ളൂ ആ എനർജി ലെവൽ കൂടുകയുള്ളൂ ആ ഗെയിമിൻ്റെ തന്നെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു അഡിക്ഷൻ വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് ഇത് കളിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൽ നിന്നൊരു ഒരു ഗ്യാപ്പ് എടുക്കണം, അതിൽ നിന്ന് പുറത്ത് പോകണം, വേറെ പണികൾ ചെയ്യാനുള്ളത് ചെയ്യണം, പഠിക്കാനുള്ളത് പഠിക്കണം. അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞ് വീണ്ടും അവർ തിരിച്ചു വന്നാലേ ഉള്ളൂ അവരുടെ ഈ ഗെയിമിൻ്റെ എനർജി ലെവൽ കൂടുകയുള്ളൂ. അന്നേരപ്പോഴേ അവർക്ക് വീണ്ടും അത് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അതിനകത്ത് തന്നെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് പോലെ നമ്മൾ ഈ ഗെയിമിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ റിസർച്ച് നടത്തിയപ്പോൾ നെഗറ്റീവായിട്ട് ഒത്തിരി ആളുകൾ പറഞ്ഞത് കുട്ടികൾക്ക് അഡിക്ഷൻ ആകും. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ, സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഗെയിം കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലായിട്ട് അതിൽ അഡിക്റ്റഡ് ആയില്ലേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ്, ഇങ്ങനെ ഒരു എനർജി ലെവൽ അതിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾക്ക് തുടരെ ഇത് കളിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അച്ഛാ, ഈ എനർജി ലെവൽ എന്ന് വെച്ചാൽ പറഞ്ഞു, ഈ എനർജി ലെവൽ അതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു ക്രമീകരണം? അത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവലാണ്. അതിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം
ടോട്ടൽ അത്രയും മണിക്കൂറേ അവർക്ക് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ദിവസം ഇത്ര മണിക്കൂർ മാത്രമേ ഇത്ര മണിക്കൂർ മാത്രമേ അവർക്ക് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അവർക്ക് കുറച്ച് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേരം കളിക്കുകയാണെങ്കിൽ ആ എനർജി ലെവൽ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നാച്ചുറലി കുട്ടികൾ അവർ തന്നെ അത് ആ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവുകയും പിന്നീട് അത് ഓരോ മണിക്കൂർ കൂടും തോറും ആ ഗ്യാപ്പ് അത് ഒന്ന് കളിച്ചു കഴിഞ്ഞ് വീണ്ടും ഗ്യാപ്പ് ഇടും തോറും അല്ലെങ്കിൽ അവരുടെ ആ ഗ്യാപ്പിൻ്റെ സമയം ദൈർഘ്യം കൂടും തോറും അവർക്ക് കൂടുതൽ എനർജി കിട്ടുകയും വീണ്ടും കളിക്കാനുള്ള എനർജി ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ അവർ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആവുകയും വീണ്ടും ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് കളിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ അച്ഛാ, ഈ സുവിശേഷവൽക്കരണം അതുപോലെ കാറ്റീസത്തിലേക്കും ബൈബിൾ പഠിക്കുന്നതിനൊക്കെ കുട്ടികളെയും യുവജനങ്ങളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ വീഡിയോ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? നമുക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിലുള്ളത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പലരുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ പല സ്ഥലങ്ങളിൽ പോയി കുട്ടികളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഗെയിമിലൂടെയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾ ഇതിനെ സ്വീകരിക്കും, അതുപോലെ മുതിർന്നവരാണെങ്കിലും പറഞ്ഞാൽ യുവജനങ്ങൾ ഇതിനെ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത്രയേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും വീഡിയോ ഗെയിമിന് അവർക്ക് താല്പര്യമാണ്. അപ്പോൾ നമ്മളൊരു ബിബ്ലിക്കൽ തീം ആകുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ യുവാക്കളും യുവതികളും അതുപോലെ കുട്ടികളും ഇതിലേക്ക് തിരിയും. ഇത് നമുക്ക് ബൈബിൾ പഠിക്കുവാനായിട്ടുള്ള ഒരു മീൻസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, കാരണം പല റൗണ്ട്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർക്ക് ബൈബിൾ അറിഞ്ഞാൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബൈബിളിനെ കുറിച്ച് കൂടുതൽ ബൈബിൾ നോക്കാനും അതിൻ്റെ ഉത്തരം നോക്കാനും ഒക്കെ ഇവർ മുമ്പോട്ട് വന്നാലേ ഉള്ളൂ ഇവർക്ക് ഗെയിമിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് വേയിൽ ഇവരെ ബൈബിളിനോട് അടുപ്പിക്കുക, കാറ്റഗിസത്തോട് അടുപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിൽ ചെയ്യാതെ ഒരെണ്ണമായിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂത്തും അതുപോലെ തന്നെ കുട്ടികളും റൈറ്റ് സ്പിരിറ്റിലെടുത്ത് കൂടുതലായിട്ട് ബൈബിള് റെഫർ ചെയ്യുകയും കാറ്റഗിസം റെഫർ ചെയ്യുകയും അങ്ങനെ കൂടുതലായിട്ട് വളരാനായിട്ട് ഇത് ഉപയോഗിക്കുമെന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട്. ഇനി അത് ദൈവത്തിൻ്റെ കയ്യിലാണ് കണ്ടറിയണം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും ഞങ്ങൾ ഇത് കുറച്ച് പ്രൊമോട്ട് ചെയ്യാനോട് ഞങ്ങൾ നോക്കുന്നുണ്ട് നമ്മുടെ യുവജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ കൂടുതലായിട്ടും ഇത് അവരെ ഈശോയിലേക്ക് ആകർഷിക്കുമെന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇത് അച്ഛൻ പറഞ്ഞത് ക്രിസ്മസ് തീമാണെന്ന്. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് ഈ വീഡിയോ ഗെയിം ഇനാഗുറേറ്റ് ചെയ്യാനായിട്ടും അത് പബ്ലിഷ് ചെയ്യാനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 22 ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഡിസംബർ 22 ഈ വീഡിയോ ഗെയിം പുറത്തു വരും. ഓക്കെ, ഏത് സ്ട്രീമിലൂടെ ആയിരിക്കും, എങ്ങനെയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ അച്ഛൻ? നമുക്ക് 22-ാം തീയതി തൊട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഈ ഗെയിം അവൈലബിൾ ആയിരിക്കും. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ റേസ് ടു ഗ്രേസ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന ഓട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു റേസിലൂടെ ഒരു ദൈവകൃപയിലേക്ക് വളരുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റേസിൻ്റെ കൂടെ ഒരു ജി ആഡ് ചെയ്യുമ്പോഴാണ് അത് ഗ്രേസ് ആയി മാറുന്നത്. അതായത് ജി എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം, ഗോഡ് നമ്മോടൊപ്പം ഒന്ന് ചേരുമ്പോൾ അത് ഒരു ദൈവകൃപയായി മാറുകയും അങ്ങനെ ദൈവകൃപയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതും. അതോടൊപ്പം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി, നമ്മുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികൾ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒക്കെ വീട്ടിലാണേലും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇന്ന് മൊബൈലാണ്. നമ്മുടെ സഭയും ഇത്രയും കാലം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ അതൊരു പോസിറ്റീവ് എനർജിയാക്കി, അതൊരു ദൈവകൃപ ലഭിക്കുന്ന ദൈവവചനങ്ങളെ പരിചയപ്പെടുന്ന ഒരു വഴിയാക്കി എങ്ങനെ മാറ്റാം എന്നത് തന്നെയായിരുന്നു നമ്മൾ ഇത്രയും കുറച്ച് കാലങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിസംബർ 22 ഔദ്യോഗികമായിട്ട് ലോഞ്ച് ആവാൻ പോകുന്നത്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഡിസംബർ 22-ാം തീയതിയാണ് നമ്മൾ ഈ റേസ് ടു ഗ്രേസ് എന്നുള്ള ഈ വീഡിയോ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും ബൈബിളിനോട് അടുപ്പിക്കുവാനും അതുപോലെ തന്നെ സഭയോട് അടുക്കുവാനും
കാറ്റക്കിസം കൂടുതലായിട്ട് പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാറുവാനും വേണ്ടിയാണ് ക്ലരീഷ്യൻ വൈദികർ ഞങ്ങൾ ഇത് പുറത്തിറക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ ഈ സാധാരണയുള്ള വീഡിയോ ഗെയിംസിൻ്റെ അഡിക്ഷനിൽ നിന്ന് മാറ്റി ഈ ബൈബിളിനോട് കൂടുതൽ അടുപ്പിക്കുന്ന ആ വീഡിയോ ഗെയിംസിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുവാനും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനും വേണ്ടി ആണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. റേസ് ടു ഗ്രേസ് എന്ന വീഡിയോ ഗെയിമാണ് ക്ലരീഷ്യൻ വൈദികർ ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത്. അവർ പറഞ്ഞതുപോലെ അവരുടെ ആദ്യത്തെ ഉദ്യമമാണ് എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളും യുവജനങ്ങളും അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളും അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം അച്ഛ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഒപ്പം അച്ഛ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ഉദ്യമമാണിത്. പ്രത്യേകിച്ചും ഈശോയെ കൂടുതൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും സമൂഹത്തിനും നൽകാൻ വേണ്ടി ആധുനിക നൂതന രീതികൾ ഉപയോഗിച്ച് തന്നെയുള്ള ഒരു സുവിശേഷവൽക്കരണം ഇന്ന് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.